ഞാൻ പലപ്പോഴും ചേട്ടനോട് ചോദിക്കും, എന്താണ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നൈറ്റ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം റെസ്റ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ചു, ഈ നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം റെസ്റ്റ് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും. പക്ഷെ ചേട്ടൻ അന്നും ഒരിക്കലും റെസ്റ്റ് എടുത്ത് കണ്ടിട്ടില്ല. അതെൻ്റെ അറിവില്ലായ്മയാണോന്ന് എനിക്കറിയില്ല. പലപ്പോഴും നൈറ്റും ഡേയും കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരാറ്. പിന്നെ എന്നോട് എപ്പോഴും പറയും, ഒരു ദൈവികമായ ജോലിയാണ് പോലീസിൻ്റേതെന്ന്. അത് സത്യം തന്നെയാണ്. പലപ്പോഴും പറയുന്നതാണ്, ഇത്രയും മഹത്തരമായ ഒരു ജോലി വേറെ ഇല്ല. കാരണം പല ജനങ്ങളോടും പല പൊതുസമൂഹത്തോടും കുട്ടികളോടും നിയമപാലകരോടും എല്ലാം നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും മനസ്സിന് സന്തോഷവും കിട്ടുന്ന ജോലിയാണ് പോലീസിൻ്റേതെന്നാണ് എന്നോട് പറയാറുള്ളത്. എനിക്കതിൽ അഭിമാനമുണ്ട്. ഈ എല്ലാവരും പറഞ്ഞ കണക്ക് തന്നെ വീട്ടിലെ എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ സന്തോഷ് സാർ എന്നോട് ചോദിച്ചു, വീട്ടിലും ഇങ്ങനെ തന്നെയാണോന്ന്. ശരിയാണ്, ആരോടും വഴക്കില്ല, അയൽവാസികളോടും മാന്യമായ പെരുമാറ്റം, വീട്ടുകാരോടും മാന്യമായ പെരുമാറ്റം, ആരോടും ഒരു ദേഷ്യപ്പെടാനോ ഒരു കാര്യത്തിനും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ കോവിഡ് കാലത്ത് ഞാൻ ഓർക്കുകയാണ്, വലിയ പ്രളയം ഉണ്ടായി. പ്രളയം വന്നപ്പോൾ ഒരു 5 മണിയോട് കൂടി ഞങ്ങൾ ഈസ്റ്റേൺ കമ്പനിയുടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മലയിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകി വന്ന് നമ്മുടെ മതിലിന് ചുറ്റും വെള്ളവും ചെളിയും കൂടെ വന്നു. അപ്പം ചേട്ടനും അടുത്തുള്ള ഒരു സാറും കൂടി പോവുകയാണ്, ഈ എവിടെയാണ് കാർച്ചയും ബഹളവും കേട്ടപ്പോൾ എവിടെയാണെന്ന് നോക്കാനായിട്ട്. ഞാൻ ചേട്ടനെ പിടിച്ചേക്കുവാണ്, പോലെന്ന്. അപ്പോൾ ചേട്ടൻ പറയുകയാണ്, നീ മാറ്, എന്താ സംഭവിച്ചതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളവും ചെളിയെല്ലാം കൂടെ ഒരു വീടിൻ്റെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ ആ അയൽവാസികളെല്ലാവരും കൂടി അവരെ എല്ലാം കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെഡുണ്ട്, ഷെഡിൽ കൊണ്ടുപോയി നിർത്തി എല്ലാവരെയും സുരക്ഷിതമാക്കി. അന്ന് ഞാൻ പറഞ്ഞു, അമ്മയുണ്ട്, ഞാനും ഉള്ളൂ, പിള്ളേരില്ല. അപ്പം ചേട്ടന് വെള്ളത്തൂലാണ് ജോലി ചെയ്യുന്ന സമയം. ആ സമയത്ത് പോകാൻ ഇറങ്ങിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, അമ്മേനെ കൊണ്ട് എങ്ങോട്ട് പോകും എന്നറിയാൻ വയ്യാതിരിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഒരു ലോഡ്ജിൽ താമസിപ്പിച്ചു, അടിമാലില്ല. എന്നിട്ട് ചേട്ടൻ പോകുന്ന സമയത്ത് അന്നാണ് വെള്ളത്തൂരിൽ 5 പേരുടെ ജീവൻ നഷ്ടമായ മണ്ണിനടിയിൽ പോയത്. ആ പോക്ക് പോയിട്ട് 5-ാം ദിവസമാണ് വീട്ടിൽ വരുന്നത്. ആ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് ചോറ് വാരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഫോൺ കോൾ വരുന്നു, പന്നിയാറുകുട്ടി എന്ന് പറഞ്ഞ കുഞ്ഞു ഗ്രാമം ആറ്റിലോട്ട് പോയിട്ടുണ്ടെന്ന്. 2 വീടും അവിടെയുള്ള കടകളും ആറ്റിലോട്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചോറുണ്ടിട്ട് പോകാൻ പറഞ്ഞു. വേണ്ട, ചോറ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോറിട്ടേച്ച് അന്നേരം തന്നെ പോയി. പിറ്റേ ദിവസമാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല ഒരു സ്വീകരണം തന്നതിലും മുരിക്കാശ്ശേരി പോലീസ് അംഗങ്ങളോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പോലീസ് ഓഫീസിനോടും എൻ്റെ നന്ദിയും കടമയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നന്നായി പോകുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.